ഹലോ ഹായ് ഞാൻ ഷമീൻ. അത് വീണ്ടും പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചീസ് കേക്ക് എന്ന് തന്നെ പറയാം. കുക്കിംഗ് ഇല്ല, ഓവൺ ഇല്ല, പിന്നെ ഒന്നും ചെയ്യണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ബൗളിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി. ചീസ് ആയതുകൊണ്ട് ചീസിൻ്റെ ലൈറ്റ് പുളി ഉണ്ടാവും. നിങ്ങൾക്ക് ആ പുളി കുറച്ച് കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര വെച്ചാൽ ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗറോ കുറച്ചും കൂടി അഡീഷണൽ ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പി. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ, മധുരം വേണ്ട പുളി ചീസിൻ്റെ പുളിയാ വേണമെങ്കിൽ ഓക്കെ, നല്ല നല്ല സാധനമാണ്. ചോക്ലേറ്റിൽ വരുന്ന കോമ്പിനേഷൻ മറന്നു പോണ്ട. അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെ റെസിപ്പി ഇടുന്ന ദിവസം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. കണ്ണൂർ ഓപ്പണിങ്ങിന് ഞാൻ സൺഡേ ഉള്ളതെന്ന് പറഞ്ഞാൽ സൺഡേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മൺഡേ എന്നുവെച്ചാൽ മറ്റന്നാൾ ഈ വീഡിയോ ഇറങ്ങുന്നതിൻ്റെ ഇത് 23-ാം തീയതി തന്നെ 23-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് ഞാനുണ്ടാവും അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. മാം കഫേ അവിടെ മെയിനായിട്ട് പിന്നെ അവരുടെ സ്പെഷ്യൽ ഷവർമ, ഷവായി, അൽഫാം ഇങ്ങനെയുള്ള സാധനം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 4-5 ഐറ്റം വരുന്ന മെനു ആണ്, സ്പെഷ്യൽ മെനു ആണ്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, കണ്ണൂർ പടന്നപ്പാലം എന്നുവെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിനും സവിത തിയേറ്ററിൻ്റെ അടുത്താണ് ഞാനുണ്ടാവും ഉദ്ഘാടനത്തിന്. അപ്പോൾ നമുക്ക് അവിടെ തിങ്കളാഴ്ച അവിടെ കാണാം. കണ്ണൂരുള്ളവർ അവിടെ വരുവാണെങ്കിൽ അവിടെ നിന്ന് കാണാം. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റാണ്, ഏകദേശം 250 ഗ്രാം കേട്ടോ. അതിൻ്റെ ക്രീം അത് അവിടെ പിന്നെ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതന്നെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ 250 ഗ്രാം ബിസ്ക്കറ്റിലേക്ക് 100 ഗ്രാം ബട്ടർ കേട്ടോ മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കണേ. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ടിന്നെടുക്കാം, ഗ്രീസ് ചെയ്യാം കേട്ടോ. ബട്ടർ 2 സൈഡും എല്ലാം എടുത്തു നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം അതിലേക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇവിടെയും സൈഡും എല്ലാം മൊത്തം ഉരുട്ടി ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലാറ്റുള്ള എന്താ സർഫേസ് അതെടുത്തിട്ട് ആക്കാം, സൈഡും കൂടി ആക്കി എടുക്കാം എല്ലോ. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിലുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ ഡബിൾ ബോയിൽ ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം കേട്ടോ അതെടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് മാറ്റിയിടാം. വൈറ്റ് ചോക്ലേറ്റ് ചെയ്താൽ ഇടുണ്ട്. ഞാൻ ഇപ്പുറത്തെ ബൗളിലേക്ക് എന്താ നമ്മുടെ ക്രീം ചീസ് കേട്ടോ, ക്രീം ചീസ് ഇടാണ്. 400 ഗ്രാമാണ്. അത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട്. അപ്പോൾ ആ ക്രീം ചീസിലേക്ക് 6 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ കേട്ടോ, അത് മാറ്റി വെച്ചത് ഷുഗർ പൊടിച്ചെടുത്താണ്. അതല്ലെങ്കിൽ ഐസിങ് ഷുഗർ 2 ലെയർ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഹാൻഡ് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഷുഗറിനനുസരിച്ചായിരിക്കണം. 6 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാ ഇത് നല്ല ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം അതൊക്കെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. ഒരു ജലാറ്റിനും ഒരു സാധനവും ഇല്ല. നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് കയറുമ്പോഴത്തേക്ക് ചീസും കൂടി പിന്നെ പൗഡർ ഷുഗറും കൂടി ആകുമ്പോൾ സംഭവം സെറ്റ്. ഇനി ഇത് നമ്മൾ അതിൻ്റെ ബേസിലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേറെ സാധനം കൂടെ കയറും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അടിയിൽ നമ്മുടെ പഴം കേട്ടോ റൗണ്ടായി കട്ട് ചെയ്തത് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാം. ഒരു ലെയർ മാത്രം കേട്ടോ, അതിങ്ങനെ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് നമ്മൾ പഴം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താണ് ആവശ്യം? ഇതാവുന്നു വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇല്ല, കേക്ക് ആയിട്ടില്ല, ആക്കുന്നേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വാൾനട്ട് പല സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഓക്കെ, ഇതിന് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് വരുന്ന സാധനം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്തൊരു ബൗളിലേക്ക് 100 ഗ്രാം ചീസ് കേട്ടോ, പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പിനടുത്ത് വെച്ചാൽ മതി കേട്ടോ. അതൊന്ന് മിക്സപ്പ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. അത് മതി. ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. അപ്പോൾ അത് നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു പിന്നെ 100 ഗ്രാമോളം ന്യൂട്ടല്ല കേട്ടോ. അപ്പോൾ 150 ആയാലും കുഴപ്പമൊന്നുമില്ല, ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കയറിക്കോട്ടെ. ഞാൻ 150 ഇടുന്നുണ്ട്. 150 ഇല്ലാത്തൊരു 100 ഇട്ടാൽ മതി. നന്നായി മിക്സ് ചെയ്തെടുക്കാം.
അടിപൊളി. ഏതാ പോലെ നല്ല ചീസ് കേക്കാ, കിടിലൻ ചീസ് കേക്കാ. ആണെന്ന് ബാക്കിൽ നിന്ന് പൂക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിങ് നാളെ രാവിലെയാണ് കേട്ടോ. ഇത് ഇപ്പം നമ്മൾ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലാക്കിയിട്ട് വെക്കും. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലേക്ക് നമ്മുടെ ന്യൂട്ടെല്ല കൊണ്ട് മിക്സ് ചെയ്ത ആ ഒരു ക്രീമും ഇതിൻ്റെ ടോപ്പിലേക്ക് ഇടും കേട്ടോ. എല്ലായിടത്തും നല്ല രീതിയിൽ റൗണ്ടായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധനം ഓൾമോസ്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് എടുത്ത ആ ഉള്ളിലെ ക്രീമാണ് കേട്ടോ. അത് ഇതിൻ്റെ ടോപ്പിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണേ. കുറച്ച് ഇടവിട്ടിട്ട് എല്ലായിടത്തും ഫുള്ളായിട്ട് ആക്കൂല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുകയാണേ. ഇതേപോലെ എന്താ ഓക്കെ ഓക്കെ ഇതേപോലെ. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ സംഭവം റെഡി. ഇനി നാളെ രാവിലെ നമുക്കിത് എടുക്കാം. താഴെ വെക്കുന്നു, രാവിലെ ഇതെടുത്ത് നമുക്ക് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുന്നത് കാണണ്ടേ? ഇത് പൊട്ടുമോ പൊട്ടൂലേ, നിൽക്കൂലേ നോക്കാം. കട്ട് ചെയ്യുക. അപ്പൊ നമുക്കിത് കഴിക്കാം. ഇത് ബാക്കി കേക്ക് കൊണ്ടുപോയി നമ്മളെ ഷൈമന്റെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയി. അപ്പൊ ആ ഒരു സ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത സ്ലൈസ് ഇവിടെ വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവരെ ഫ്രണ്ട്സിന് സനസമ കൊണ്ടുപോയി. വാങ്ങാം. അപ്പൊ വേറെ ഒന്നും കൂടി ആക്കാരാ. ഇതാ അനുഷമാണോ ഏതെന്നാ? അത് ഞാൻ പിന്നെ പറയാം. ഓറിയോ. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. ഓ ഞാൻ വിചാരിച്ചാലും ഗംഭീരം. എന്താ ഗംഭീരം എന്ന് തോന്നിയെന്നറിയോ? ബനാന. ആ ബനാന അതിലേക്ക് വരുമ്പോഴുള്ള ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ. പിന്നെ ചീസിലെ പുളിയുണ്ട്. എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ചീസിലുണ്ടാവും, ചീസ് കേക്കിലുണ്ടാവും. ഓ പുളി ഇഷ്ടാ? എന്നാ തിന്നോ. അപ്പൊ നമുക്ക് ഞാൻ ആ ക്രീം തിന്നാണ്ട് എടുത്തിന് കേട്ടോ. ക്രീം നമ്മളിങ്ങനെ ഭംഗിക്ക് വെച്ചാണ്. എന്നാ എന്നാ തിന്നോ. ഫോർക്കിതാ ഒറ്റക്ക് തിന്നോ. അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എല്ലാം ട്രൈ ചെയ്യാം. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് എന്നുവെച്ചാൽ ഉള്ളിലുള്ള ഫില്ലിങ്സുകൾ മാറ്റിയിട്ടും ഈ ഒരു പ്രൊപ്പോർഷൻ തന്നെ സെയിമിന് ആക്കിയിട്ട്. എന്താ പുളി ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ട, ഇവർക്ക് പുളി ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രൊപ്പോർഷൻ സെയിം ആക്കിയിട്ടും പിന്നെ എന്താ പറയുക ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ മാറ്റിയിട്ട് ഞാനൊരു ഇതേപോലത്തെ പല റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇന്നേക്ക് എല്ലാവരോടും ടാറ്റാ ബൈ.